ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ ഏകദേശം ഒരു 7 മണിയൊക്കെ ആയിട്ടുള്ള. ഇപ്പൊ രാവിലെ തന്നെ ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തു. കാരണം നമ്മൾ ഇന്ന് ഫോറസ്റ്റ് റൂട്ടാണ് യാത്ര ചെയ്യുന്നത്. നമ്മൾ ഗുണ്ടൽപേട്ടിലുള്ള ഹിമവത് ഗോപാലസ്വാമി ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് രാവിലെ തന്നെ പോകാനായിട്ട് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പൊ ഈ ഒരു ടൈമിൽ നമ്മൾ ഫോറസ്റ്റ് റൂട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആനിമൽസിനെയൊക്കെ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ടൈമിൽ ഇറങ്ങുന്നത്. ഞങ്ങളിപ്പം പോകുന്ന വഴിക്ക് കണ്ടതാണ് ഈ ഒരു പള്ളി. നല്ല ഭംഗിയുണ്ട് ഈ ഒരു പള്ളി കാണാനായിട്ട്. ഇതിന്റെ കൺസ്ട്രക്ഷൻ ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്റെ ബ്രദറിന് ഒരു യൂട്യൂബ് ചാനലുണ്ട്, വാച്ചാങ്ഗ്രാസ്പ് എന്നാണ് യൂട്യൂബ് ചാനലിന്റെ പേര്. അപ്പൊ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസ് ആണ് എടുത്തോണ്ടിരിക്കുന്നത്. ഈ ട്രാവൽ ചെയ്യാനായിട്ടൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ നല്ലൊരു യൂട്യൂബ് ചാനലാണത്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് കുർബാനയൊക്കെ ഉണ്ട്. അതുകൊണ്ട് പള്ളി ഇന്ന് ഓപ്പൺ ആണ്. ഞങ്ങളിനി അടുത്തതായിട്ട് മുത്തങ്ങ ഫോറസ്റ്റും ബന്ദിപ്പൂർ ഫോറസ്റ്റും കയറി നേരെ ഹിമവത് ഗോപാലസ്വാമി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. ഇത്ര രാവിലെ തന്നെ നമ്മൾ ട്രാവൽ ചെയ്യുന്നത് കൊണ്ട് പോകുന്ന വഴികളൊക്കെ തിരക്ക് കുറവാണ്. പിന്നെ ചെറിയ രീതിയിൽ കോടൽമഞ്ഞും ചെറിയ തണുപ്പും ഒക്കെ ഉണ്ട്. ഇപ്പൊ നമ്മൾ ചെക്ക് പോസ്റ്റ് കയറാൻ പോവുകയാണ്. നമ്മൾ ഫസ്റ്റിലെ മുത്തങ്ങ ഫോറസ്റ്റ് ആണ് കയറുന്നത്. കേരളത്തിലെ വയനാട് ജില്ലയിൽ വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഭാഗമായ അതിമനോഹരമായ കാടാണ് മുത്തങ്ങ. കേരള കർണാടക അതിർത്തിയിൽ സുൽത്താൻ ബത്തേരി ഗുണ്ടൽപേട്ട് റൂട്ടിലാണിത് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു ഫോറസ്റ്റിന്റെ ഓപ്പണിംഗ് ടൈം രാവിലെ 6 മണി തൊട്ട് രാത്രി 9 മണി വരെയാണ്. ആ നിൽക്കുന്നത് മാനാണ്. ഈ ഒരു റൂട്ടിലൂടെ ട്രാവൽ ചെയ്യുമ്പം മോർണിംഗ് പരമാവധി യാത്ര ചെയ്യാൻ നോക്കണം. ആ ഒരു ടൈമിലായിരിക്കും നമുക്ക് കൂടുതൽ ആനിമൽസിനെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഫോറസ്റ്റ് റൂട്ട് പോകുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഇതൊരു സാധാരണ റോഡല്ല. വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഭാഗമായ പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് ആണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വാഹനങ്ങളിൽ നിന്നും ഇറങ്ങരുത്. കാരണം കാട്ടാന, കാട്ടുപോത്ത് പോലുള്ള വന്യമൃഗങ്ങൾ റോഡരികത്ത് വരാം. മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കാനാണ് ഈ ഒരു റൂൾ ഇവർ കൊണ്ടുവന്നേക്കുന്നത്. ഇനി രണ്ടാമത്തെ റൂള് ഹോൺ അടിക്കൽ ഒഴിവാക്കണം. കാരണം ഈ ഒരു ശബ്ദം ആനിമൽസിനെ ഭയപ്പെടുത്തുകയും അവയുടെ നാച്ചുറൽ ബിഹേവിയർ ഡിസ്റ്റർബ് ചെയ്യുകയും ചെയ്യും. ഇനി മൂന്നാമത്തെ റൂള് ടൈം റെസ്ട്രിക്ഷൻ ആണ്. അതായത് രാത്രി യാത്ര നിയന്ത്രിക്കണം. രാത്രിയിലെ വന്യമൃഗങ്ങൾ കൂടുതലായിട്ടും സജീവമാണ്. അപ്പൊ അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റൂള് കൊണ്ടുവന്നേക്കുന്നത്. ഇനി നാലാമത്തെ റൂള് പ്ലാസ്റ്റിക്, മാലിന്യം എന്നിവ വലിച്ചെറിയാൻ പാടില്ല. കാരണം ഇതൊക്കെ കഴിച്ച് ആനിമൽസിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഈ ഒരു എക്കോസിസ്റ്റം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റൂൾ അവർ കൊണ്ടുവന്നേക്കുന്നത്. ഇതുവഴി യാത്ര ചെയ്യുന്നവരാണെങ്കിൽ ഈ റൂളുകളെല്ലാം അനുസരിച്ച് വേണം ഈ ഒരു ഫോറസ്റ്റ് റൂട്ടിലൂടെ യാത്ര ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ട് അവര് ഫൈൻ അടിച്ചു തരും. നമ്മളിപ്പം ബന്ദിപ്പൂർ ഫോറസ്റ്റും കയറിയായിരുന്നു. അതിലെ വഴി ഒരു ആനയും ഒരു കുട്ടിയാനയും പോകുന്നുണ്ട്. ബന്ദിപ്പൂർ വനത്തിന്റെ പ്രധാന ആകർഷണം അതിന്റെ പ്രകൃതി ദൃശ്യങ്ങളാണ്. പച്ചപ്പ് നിറഞ്ഞ വനങ്ങൾ, നീണ്ട പുൽമേടുകൾ, ചെറുനദികൾ, മലനിരകൾ, മഞ്ഞുമൂടിയ പ്രഭാതങ്ങൾ എന്നിവയാണ് ഈ പ്രദേശത്തെ കൂടുതൽ മനോഹരമാക്കുന്നത്. മുൻപ് മൈസൂർ രാജാക്കന്മാരുടെ വേട്ടയാടൽ മേഖലയായിരുന്ന ബന്ദിപ്പൂർ പിന്നീട് സംരക്ഷിത വനമേഖലയായി മാറ്റി. ഇന്ന് കർണാടക വനം വകുപ്പിന്റെ കീഴിൽ കർശനമായ വന്യജീവി സംരക്ഷണ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നു. ഇനി നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് ഹിമവത് ഗോപാലസ്വാമി ടെമ്പിളിലേക്കാണ്. കർണാടകയുടെ ഏറ്റവും മനോഹരവും ആത്മീയ പ്രാധാന്യമുള്ളതുമായ മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഹിമവത് ഗോപാലസ്വാമി ടെമ്പിൾ. മഞ്ഞുമൂടിയ അന്തരീക്ഷവും കാടുകൾക്കിടയിലെ ശാന്തമായ പ്രകൃതി സൗന്ദര്യവും ഈ ക്ഷേത്രത്തെ പ്രത്യേകതകളുള്ള തീർത്ഥാടന കേന്ദ്രമാക്കുന്നു.
ടെമ്പിളിന്റെ കറക്റ്റ് ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആർക്കെങ്കിലും ഈ ഒരു ടെമ്പിളിലേക്ക് പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ ഇതിൻ്റെ അകത്ത് നോക്കിയാൽ മതി. നമ്മൾ ഈ പോകുന്ന വഴികളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മളിപ്പം ഫോറസ്റ്റ് ഗേറ്റ് എത്തിയിട്ടുണ്ട്. ഈ ഒരു ഫോറസ്റ്റ് ഗേറ്റ് കഴിഞ്ഞാൽ സ്വകാര്യ വാഹനങ്ങൾക്ക് മുകളിലേക്ക് പോകാൻ അനുവാദമില്ല. അപ്പൊ ഇവര് ഫോറസ്റ്റ് ബസ് ഇട്ടിട്ടുണ്ട് മുകളിലേക്ക് പോകാനായിട്ട്. അപ്പൊ അതിൽ കയറി വേണം നമ്മൾ മുകളിലേക്ക് പോകാൻ. ഈ ഒരു ഫോറസ്റ്റ് ബസ്സിലാണ് നമ്മൾ മുകളിലേക്ക് പോകേണ്ടത്. ഒരാൾക്ക് ഇതിന്റെ ടിക്കറ്റ് റേറ്റ് 70 രൂപയാണ്. ഇതിന്റെ ഓപ്പണിംഗ് ടൈം 8:30 മുതൽ വൈകുന്നേരം 4 മണി വരെയാണ്. ഈ ഒരു റൂട്ട് പോകുമ്പോഴുള്ള നിയമങ്ങൾ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ഐറ്റംസ് അനുവദിക്കത്തില്ല, ലൗഡ് മ്യൂസിക്കും അനുവദിക്കത്തില്ല. ഈ ഒരു ബസ് കയറുന്നത് ഭയങ്കര സ്ലോ ആയിട്ടായിരിക്കും. കാരണം ഫോറസ്റ്റ് ആനിമൽസ് ക്രോസിംഗ് ഏരിയ ആയതുകൊണ്ടാണ് കേട്ടോ പയ്യെ കയറുന്നത്. ആ കാണുന്നതാണ് ക്ഷേത്രം. ഈ ഒരു ക്ഷേത്രം നിലനിൽക്കുന്നത് ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് വനമേഖലകൾക്കുള്ളിലാണ്. ആ സ്ഥലത്ത് കുറെ മാൻ നിൽക്കുന്നുണ്ട്. ഈ ഒരു ഏരിയക്ക് ചുറ്റും എർത്ത് കൊടുത്തേക്കുവാണ് ആനിമൽസ് ഒന്നും ഇങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മൾ ഈവനിങ് ടൈമിലൊക്കെയാണ് വരുന്നതെങ്കിൽ നമുക്ക് ആനകളെ കാണാൻ പറ്റും. ലാസ്റ്റ് ടൈമിൽ എന്റെ ബ്രദർ ഇവിടെ വന്നപ്പോഴേക്കും ആനേനെ കണ്ടിരുന്നേ. പക്ഷെ നമ്മളിപ്പം എത്തിയത് ഏകദേശം ഒരു 11:30 ആയിട്ടുണ്ട്. അതുകൊണ്ട് ആനേനെ കാണാനുള്ള സാധ്യത കുറവാണ്. ഈ ഒരു ഭാഗത്താണ് കേട്ടോ നേരത്തെ ആനേനെ കണ്ടിരുന്നത്. 14-ാം നൂറ്റാണ്ടിൽ മൈസൂർ രാജാക്കന്മാരാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് വിശ്വാസം. പഴമയും ദ്രാവിഡ ശൈലിയിലുള്ള നിർമ്മാണ കലയും ക്ഷേത്രത്തിന്റെ പ്രധാന ആകർഷണങ്ങളാണ്. ഇനിയിപ്പോ ഞങ്ങൾ തിരിച്ച് താഴത്തേക്ക് ഇറങ്ങുവാണ്. ഈ ഒരു ഫോറസ്റ്റ് ഗേറ്റിന്റെ അടുത്തായിട്ട് ഒത്തിരി ഷോപ്പുകളുണ്ട്. അപ്പൊ ഇവിടുത്തെ പാലിന്റെ പേര് നന്ദിനി എന്നാണ്. അപ്പൊ ആ ഒരു ഷോപ്പിൽ നിന്നും ഞങ്ങള് മോരും വെള്ളം വാങ്ങിച്ചു, പിന്നെ പേടയും വാങ്ങിച്ചു. നല്ല അടിപൊളി മോരും വെള്ളമായിരുന്നു. ഇനി ഞങ്ങൾ അടുത്തതായിട്ട് പോകുന്നത് കേരളത്തിലെ മനോഹരമായ ട്രൈബൽ ഹെറിറ്റേജ് ഡെസ്റ്റിനേഷനായ എന്നൂർ ട്രൈബൽ ഹെറിറ്റേജ് വില്ലേജിലേക്കാണ്.
ഞങ്ങളിപ്പം തിരിച്ചു പോകുന്ന വഴിക്ക് കുറെ സിംഹവാലൻ കുരങ്ങുകളെയാണ് കണ്ടത്. ഈ ഒരു ഫോറസ്റ്റ് റൂട്ട് മോർണിംഗ് വന്നപ്പം തിരക്കൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ നമ്മൾ തിരിച്ചു പോകാൻ നേരം നല്ല തിരക്കാണ്. ഇപ്പൊ ഞങ്ങൾ എന്നൂരിലേക്കുള്ള ടിക്കറ്റ് എടുത്തിട്ട് നിൽക്കുവാണേ. ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് 50 രൂപയാണ്. പിന്നെ അപ്പ് ആൻഡ് ഡൗൺ ജീപ്പിലെ ടിക്കറ്റ് റേറ്റ് 200 രൂപയാണ് 5 പേർക്കും കൂടി. വയനാട് ജില്ലയിലെ പൂക്കോട് എന്ന സ്ഥലത്തുള്ള ഒരു ആദിവാസി പൈതൃക ഗ്രാമമാണ് എന്നൂര്. ഉയർന്ന കുന്നുകളുടെ പശ്ചാത്തലത്തിൽ വൈക്കോൽ കൊണ്ട് മേൽക്കൂരയുള്ള പരമ്പരാഗത ആദിവാസി കുടിലുകളുടെ ഒരു കൂട്ടം ഈ പ്രദേശത്തെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയിരിക്കുന്നു. ഒരു കുന്നിന്മേൽ 25 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ കേന്ദ്രം ഗോത്രജനതയുടെ പൈതൃകത്തെയും ജീവിതശൈലിയെയും കുറിച്ച് പഠിക്കാനുള്ള സുവർണ അവസരം നമുക്ക് നൽകുന്നു. എന്നൂര് ട്രൈബൽ ഹെറിറ്റേജ് വില്ലേജ് ഒരു ലിവിംഗ് ട്രൈബൽ ഹെറിറ്റേജ് മ്യൂസിയം പോലെ രൂപകൽപ്പന ചെയ്ത ഒരു ടൂറിസം പ്രൊജക്റ്റാണ്. ഇതിന്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് സാധാരണ വില്ലേജ് സ്റ്റൈൽ ആർക്കിടെക്ചറും ട്രൈബൽ കൾച്ചർ പ്രിസർവേഷനും ചേർന്നാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഉള്ളില് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെറിയൊരു പാർക്ക് അവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്.
ഇതിന്റെ ഉള്ളിൽ ഒത്തിരി ഷോപ്പുകളും വരുന്നുണ്ട്. ട്രൈബൽ ഹാൻഡിക്രാഫ്റ്റ് ഷോപ്പ്, ലോക്കൽ ഫുഡ് സ്റ്റാൾസ്, സുവനിയർ ഷോപ്പ് ഇതൊക്കെയുണ്ട്. ട്രൈബൽ ഹാൻഡിക്രാഫ്റ്റ് ഷോപ്പില് ബാംബു യൂസ് ചെയ്തിട്ടുള്ള ഉൽപ്പന്നങ്ങള്, കൈത്തറി വസ്തുക്കള്, പിന്നെ ആഭരണങ്ങള് ഇതൊക്കെയാണ് ഉള്ളത്. പിന്നെ ലോക്കൽ ഫുഡ് സ്റ്റാൾസിലാണെങ്കിൽ ട്രഡീഷണൽ ട്രൈബൽ ഫുഡ് ഐറ്റംസ്, മില്ലറ്റ് ബേസ്ഡ് സ്നാക്സ്, ഹെർബൽ ഡ്രിങ്ക്സ് അതൊക്കെയാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. പിന്നെ സുവനിയർ ഷോപ്പുകളുമാണ് ഉള്ളത്. ഞങ്ങൾ ഈ ഒരു ഷോപ്പിൽ നിന്നും തേൻനെല്ലിക്കയാണ് വാങ്ങിച്ചത്. പൂർണ്ണമായും ട്രൈബൽ വില്ലേജ് ലൈഫ് റീക്രിയേറ്റ് ചെയ്യാനാണ് ഈ ഒരു ഡിസൈൻ ചെയ്തേക്കുന്നത്. ആദിവാസി വീടുകളുടെ മാതൃകയിൽ ഹട്ട്, അതായത് ഓല, മുള, മണ്ണ് എന്നിവ ഉപയോഗിച്ച് കൺസ്ട്രക്ട് ചെയ്തത്. പിന്നെ നാച്ചുറൽ ലാൻഡ്സ്കേപ്പ് ഡിസ്റ്റർബ് ചെയ്യാതെ എക്കോ ഫ്രണ്ട്ലി കൺസ്ട്രക്ഷൻ ഇതൊക്കെയാണ് ഡിസൈൻ കൺസെപ്റ്റ്. ഈ കാണുന്നതൊക്കെയാണ് വീടുകള്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഓരോ വീടുകള് കാണാനായിട്ട്. നല്ല തണുപ്പും ഉണ്ട് ഇതിന്റെ അകത്ത്. അവര് യൂസ് ചെയ്യുന്ന പാത്രങ്ങളൊക്കെയാണ് ഈ കാണിച്ചേക്കുന്നത്. ഇവരുടെ കിച്ചന്റെ ഒരു മോഡലാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഈ കാണുന്നത് തൊട്ടിലാണ്. ബേബീസിനെ ഉറക്കാൻ വേണ്ടിയിട്ടുള്ള തൊട്ടിലാണ്.
ഇനിയിപ്പോ രാത്രിയിലത്തെ ഡിന്നർ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ പുതിയൊരു വ്ളോഗുമായി കാണുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ.